എല്ലാവരും കാത്തിരുന്ന നമ്മുടെ SSCയുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇതാ ഔട്ട് ആയിട്ടുണ്ട്. നമ്മുടെ SSC സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള, അതായത് നമ്മുടെ CGL എക്സാം, CHSL എക്സാം, MTS, GD അങ്ങനെ കുറേ എക്സാമുകൾ വരാനിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഒക്കെ തന്നെ എങ്ങനെയാണ് ഇത് നടക്കാൻ പോകുന്നത്, അങ്ങനെ എത്ര ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാം SSC സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്, 10, 12th ഗ്രാജുവേഷൻ, 10th 12th ഗ്രാജുവേഷൻ വരെയുള്ളവർക്ക്, അതായത് 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു എക്സാം ആണ്, 12th വേറൊരു എക്സാം ആണ്, ഗ്രാജുവേഷന് വേറൊരു എക്സാം ആണ്. അങ്ങനെ എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന എക്സാം ആണ് നമ്മുടെ SSC ഫേസ് 13 എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് SSC സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് എക്സാം ഏത് ഡിഫിക്കൽറ്റി ലെവൽ ഉണ്ടാവും എന്നൊക്കെ ഈ ഒരു എക്സാമിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് അല്ലേ. മാത്രമല്ല നമ്മൾ ഇപ്രാവശ്യം നോട്ടിഫിക്കേഷനെ വളരെ ഒരു ഈഗർനെസ്സോടെയാണ് നോക്കിക്കണ്ടത്. കാരണം കുറേയധികം ചേഞ്ചസ് ഇപ്രാവശ്യം വരും, അതായത് SSC എക്സാം മറിയും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഈ ഒരു സെലക്ഷൻ ഫേസിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസമൊന്നും നമ്മുടെ എക്സാം പാറ്റേണിലൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് വളരെ ഒരു ആശ്വാസം തരുന്ന കാര്യമാണ് അല്ലേ. അത് മാത്രമല്ല, പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെൻഡർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, നോർമലൈസേഷന്റെ ഫോർമുലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഭയങ്കരമായി കെയർ കൊടുക്കേണ്ട കാര്യമല്ല. നമ്മൾ എപ്പോഴും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സിലബസും നമ്മുടെ എക്സാം പാറ്റേണിലുമാണ്. അവിടെയാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് അല്ലേ. അപ്പൊ അതിലൊന്നും ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളത് നമുക്കൊരു ആശ്വാസം തരുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് അറിയാമായിരുന്നു, ആദ്യം ഇന്നലെ ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയപ്പോൾ 2402 വേക്കൻസീസ് ആണ് പുറത്തായിട്ടുള്ളത്. നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 എക്സാമിന് 2402 വേക്കൻസിയാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രീസ്, ഇവിടെയൊക്കെയുള്ള ഡിഫറെന്റ് കാറ്റഗറീസിലേക്കുള്ള പോസ്റ്റ് ഫില്ലാക്കുകയാണ് ഈ ഒരു എക്സാം വഴി ചെയ്യുന്നത്. സോ ഓൺലൈൻ അപ്ലിക്കേഷന്റെ ഡേറ്റ് വരുന്നത് 2/6/2025 മുതൽ 23/6/2025 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 23 ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓൺലൈൻ ഫീ പേയ്മെന്റ് 24/6/2025 വരെ, ഒരു ദിവസം കൂടി നമുക്ക് ഫീസ് അടയ്ക്കാൻ എക്സ്ട്രാ ടൈം ഉണ്ട്. ഫോം കറക്ഷൻ വേണ്ടി 28 മുതൽ 30 വരെയാണ് ഡേറ്റ് വരുന്നത്. നമ്മുടെ CBTന്റെ ഡേറ്റ് ഒക്കെ നമുക്ക് ഓൾറെഡി ടെന്റേറ്റീവ് ഡേറ്റ് നമ്മുടെ കലണ്ടറിൽ തന്നെ വന്നിട്ടുള്ളതാണ്. നമ്മുടെ 24 ജൂലൈ മുതൽ 4th ഓഗസ്റ്റ് വരെയാണ് നമ്മുടെ CBTന്റെ ഡേറ്റ് വരുന്നത്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റെഡി? ഇനി നമുക്കറിയാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും മിനിസ്ട്രീസിലേക്കുമാണ് ഈ ഒരു എക്സാം നടക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ കുറെ അധികം പോസ്റ്റുകൾ ഉണ്ടാവും. കുറെ കാറ്റഗറിയിൽ ഓരോ വേക്കൻസി ആയിരിക്കും ഓരോ കാറ്റഗറിയിലും വരുന്നത് അല്ലെ. ഇപ്പൊ 10th ലെവലുള്ളവർക്ക് പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ടായിരിക്കും, കുറെ ലെവലിൽ വരുന്ന പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 10th ലെവലിൽ പറ്റുന്ന പോസ്റ്റുകൾ, 12th ഉണ്ടാവും, ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ പോസ്റ്റുകളെ കുറിച്ചുമുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് നിങ്ങളുടെ SSCന്റെ സൈറ്റിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് പോയാൽ കുറേയധികം പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യു ക്യാൻ അപ്ലൈ ഫോർ ഡിഫറെന്റ് പോസ്റ്റ്. അതായത് എനിക്കിപ്പോൾ 3 പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 3 പോസ്റ്റുകൾക്കും എനിക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷെ അതിന് ശ്രദ്ധിക്കേണ്ടത് 100 രൂപയാണ് ഒരു അപ്ലിക്കേഷന്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 3 പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ 3 പോസ്റ്റുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതായത് ഒരു അപ്ലിക്കേഷനിൽ തന്നെ എനിക്ക് എല്ലാ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ആലോചിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The candidates who wish to apply for more than one post should apply separately for each category of post. Okay, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ റിസർവേഷനിൽ വരുന്ന റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ, SC ST OBC EWS കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫോമാറ്റിലുള്ള SC ST സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുകൂടാതെ തന്നെ OBC അപ്ലിക്കൻസ് ആണെങ്കിൽ, EWS കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവരുടെയൊക്കെ അപ്ലിക്കേഷന്റെ, അതായത് ഇവരുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റിന്റെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2025 ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. The crucial date for submitting the income and asset certificate by the candidate may be treated as 1/8/2025 ആണ് എന്നുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2025 ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം.
ഓക്കെ, പിന്നെ നമ്മുടെ നാഷണാലിറ്റി സിറ്റിസൺഷിപ്പ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നീടാണ് ഏജിന്റെ കാര്യം വരുന്നത് അല്ലെ. ഏജിന്റെ കാര്യം വരുമ്പോഴും നമുക്കറിയാം ഇത് ഡിഫറെന്റ് ഏജ് ലിമിറ്റ്സ് ആണ് വരുന്നത് ഓരോ പോസ്റ്റുകൾക്കും. അവിടെ നോക്കുക, 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളതാണെങ്കിൽ കാൻഡിഡേറ്റ് must have born not earlier than, അതായത് 2000 മുന്നേ ജനിച്ചിട്ടുള്ളവരാവാൻ പാടില്ല, നോട്ട് earlier than 1/8/2007. അതായത് 2/8/2000-നും 1/8/2007-നും ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് ഫസ്റ്റ് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് പോസ്റ്റുകൾക്ക് ഡിഫറെന്റ് ഏജ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഓരോ പോസ്റ്റ്, വേക്കൻസി, ഓരോ കാറ്റഗറി വൈസുള്ള വേക്കൻസി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ ഏജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ഏജ് ബാരിയറും, അതായത് നമ്മുടെ ഈ ഏജ് ലിമിറ്റിൻ്റെയും ഉള്ളിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓരോന്നിൻ്റെയും അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മെട്രിക്കുലേഷൻ ഓർ സെക്കൻഡറി എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി വരും എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി നമ്മൾ കാറ്റഗറി വൈസ് ഉള്ള അപ്പർ ലിമിറ്റിന്റെ ഏജ് റിലാക്സേഷൻ ആണ് നോക്കുന്നത്. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷമാണ് ഏജ് റിലാക്സേഷൻ, OBC 3 വർഷമാണ്, PWBD 10 വർഷം, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് നമ്മുടെ അപ്പർ ലിമിറ്റ് ഏജ് റിലാക്സേഷൻ ആണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ 10ാം ക്ലാസ്, +2 ആൻഡ് ഗ്രാജുവേറ്റ് ആണ്. ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളാണ് സെലക്ഷൻ പോസ്റ്റിന്റെ അണ്ടറിൽ വരുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഞാൻ കാണിച്ച ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഐഡിയ ആ ഒരൊറ്റ ടേബിളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീ പേയബിൾ എന്ന് പറയുന്നത് 100 രൂപയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ദ വുമൺ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SSC, ST, PWBD, ex-serviceman are eligible for reservation are exempted from payment of fee. സ്ത്രീകളും നമ്മളിപ്പോൾ പറഞ്ഞു SC/ST, PWBD ഇവരൊന്നും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവരെല്ലാം തന്നെ 100 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓരോരുത്തരും ഓരോ പോസ്റ്റുകൾക്കും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഫീസ് പേ ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. അതായത് ഒരിക്കൽ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് റിട്ടേൺസ് ഒന്നും ലഭിക്കില്ല, ഫീ റിട്ടേൺസ് ഒന്നും ലഭിക്കുന്നതല്ല. ഓക്കെ, ഫീ പേ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സ്റ്റാറ്റസ് ആയിരിക്കും നമ്മുടെ അപ്ലിക്കേഷനിൽ കാണിക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ കറക്ഷന്റെ വിൻഡോന്റെ കാര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു പീരീഡ് ഓഫ് 3 days എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് കറക്ഷന് വേണ്ടി കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കാം. The commission will have a uniform charge of 200, അതായത് 200 rupees ആണ് ചാർജ്, നമ്മുടെ ചേഞ്ചിങ്ങിന് കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത്. വീണ്ടും ചേഞ്ച് വരികയാണെങ്കിൽ 500 rupees ആണ് നമ്മുടെ ചേഞ്ച് വരുന്നത്. നമ്മുടെ എക്സാമിനേഷൻ സിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ സിറ്റീസ് വരുന്നത് നമ്മുടെ കർണാടക, കേരള റീജിയൻ, KKR റീജിയൻ, ലക്ഷദ്വീപ്, കർണാടക ആൻഡ് കേരള. പിന്നെ സദേൺ റീജിയൻ ആണെങ്കിൽ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, തമിഴ്നാടു, തെലങ്കാന ഒക്കെ എക്സാം വരുന്നുണ്ട്. നമ്മുടെ എക്സാം സിറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ പോയി കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശൂർ, കവരത്തി. ലക്ഷദ്വീപിലേക്ക് പോയി അല്ലെ, അത്രയും വേണ്ട. കൊല്ലം, തൃശൂർ, ഇത്രയുമാണ് നമ്മുടെ കേരളത്തിലുള്ള എക്സാം സിറ്റീസ് എന്ന് പറയുന്നത്. സദേൺ റീജിയനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം സിറ്റിന്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 എക്സാം സിറ്റിന്റെ പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കും. ആ 3 എക്സാം സിറ്റിന്റെയും പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. The candidate may carefully note that preference of examination center once opted in the very first online application form for any category of post shall be frozen for all the subsequent application. അതായത് നമ്മളിപ്പോ എനിക്ക് 3 പോസ്റ്റിന് അപ്ലൈ ചെയ്യണം. ഞാൻ ഒരു പോസ്റ്റിന് എക്സാമിനേഷൻ്റെ സിറ്റിൻ്റെ പ്രിഫറൻസ് കൊടുത്തു. ഇനി ഞാൻ അടുത്ത പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ കൊടുത്ത സിറ്റീൻ്റെ പ്രിഫറൻസ് തന്നെയായിരിക്കും അടുത്തതിന് വരിക. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്തു, ഫോം കറക്ഷൻ വിൻഡോയിൽ കറക്ഷൻ വരുത്തി. അതായത് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഞാൻ കറക്ഷൻ വരുത്തി എൻ്റെ സിറ്റീൻ്റെ പ്രിഫറൻസ്.
അങ്ങനെ കറക്ഷൻ വരുത്തുമ്പോൾ സബ്സിക്വന്റ് ആയിട്ട് അത് എല്ലാത്തിലും തനിയെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും എന്നും കൂടിയും ഇവിടെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി സ്കീം ഓഫ് എക്സാമിനേഷൻ വരുന്നത്, ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. നമ്മൾ ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അപ്ലിക്കേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് അയക്കുക. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 10ാം ക്ലാസ്, അതായത് 3 ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിരിക്കും CBT ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ലെവൽ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൽ +2 10ാം ക്ലാസ് ഉണ്ടാവും, +2 ഉണ്ടാവും, ഗ്രാജുവേറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരാൾ 3 എക്സാം എഴുതുന്നുണ്ടെങ്കിൽ 3, അതായത് 10ാം ക്ലാസ് +2 10ാം ക്ലാസ് +2 ഡിഗ്രി, ഈ ഒരു 3 രീതിയിലായിരിക്കും ഈ ഒരു സിലബസ് വെച്ച് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അതായത് ജനറൽ ഇന്റലിജൻസിൽ നിന്നും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ആണ്. 25 മാക്സിമം മാർക്ക് 50 ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് വരുന്നത്. 50 മാർക്കാണ്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക് അരിത്തമെറ്റിക് സ്കിൽ 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ബേസിക് ഇംഗ്ലീഷ്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻ 50 മാർക്കാണ് വരുന്നത്. 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറാണ് എക്സാം വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. 0.5 എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 0.5 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ 0.5 നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, മൾട്ടിപ്പിൾ ഷിഫ്റ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ ഫോർമുലയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഭയങ്കരമായി ബോധർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്നാൽ പോലും നമ്മുടെ SSCയുടെ സൈറ്റിൽ പുതിയ നോർമലൈസേഷൻ ഫോർമുലേന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നീട് സ്കിൽ ടെസ്റ്റ് ആവശ്യമുള്ള സ്കിൽ ടെസ്റ്റ് ലൈക്ക് ടൈപ്പിംഗ്, ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, അത് ആവശ്യമുള്ള പോസ്റ്റുകൾക്ക് ഈ ഒരു ടെസ്റ്റ് നടക്കുന്നതാണ്. പക്ഷെ ദാറ്റ് ഈസ് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം ഓരോ ലെവൽ, അതായത് ഇപ്പൊ +2 ലെവൽ, 10ാം ക്ലാസ് ഉണ്ട്, +2 ഉണ്ട്, ഗ്രാജുവേറ്റ് ഉണ്ട്, ഇതിലൊക്കെ സെയിം സിലബസ് ആണെങ്കിൽ പോലും ക്വസ്റ്റ്യന്റെ ലെവൽസ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ജനറൽ ഇന്റലിജൻസ് ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജനറൽ അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെട്രിക്കുലേഷൻ ലെവൽ, അതായത് 10ാം ക്ലാസ് ലെവൽ ക്വാളിഫിക്കേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് മാത്സ് ഇല്ല, ആകെയുള്ളത് എന്താണ്, അരിത്തമാറ്റിക് ആണുള്ളത്. പിന്നീട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക് ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഹയർ സെക്കൻഡറി ആണെങ്കിൽ ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസിന്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോഴത്തേക്കും എന്തൊക്കെ ആഡ് ആയി, നമ്മുടെ അഡ്വാൻസ് മാത്സും കൂടിയും ആഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഇംഗ്ലീഷ്, അതായത് ഗ്രാജുവേഷൻ ലെവലിന് വേറൊരു സിലബസ് തന്നിട്ടുണ്ട്. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഏത് എക്സാം ആണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പോസ്റ്റിലേക്കാണോ, ഏത് ക്വാളിഫിക്കേഷന്റെ പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അതിന്റെ സിലബസ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആലോചിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമ്മുടെ സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിനെ കൂട്ടത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ സൈലം SSC ഓഫ്ലൈൻ ഫ്രീ വർക്ക്ഷോപ്പുകൾ നമ്മുടെ എല്ലാ ജില്ലയിലും നടക്കുന്നുണ്ട്. ഇപ്പോ സൈലം ക്യാമ്പസ് ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലായി നമ്മുടെ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. ഫോർ മോർ എൻക്വയറീസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ച്, SSC കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഫസ്റ്റ് ഫേസിന്, അതായത് SSCയുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം SSCയുടെ ഫസ്റ്റ് സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം കഴിയുമ്പോഴത്തേക്കും ഓരോ എക്സാം, അതായത് CHSL എങ്ങനെയായിരിക്കും, CGLന്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും, ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരിക്കും എന്നൊരു ഏകദേശം ഐഡിയ നമുക്ക് ലഭിക്കുന്നതാണ്. അത് വെച്ച് ഈ ഒരു ബാച്ചിൽ കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ, ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളൊരു CGL ആസ്പിറന്റ് ആണെങ്കിൽ, CGL എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ CGLന്റെ ഒരു ക്രാഷ് കോഴ്സ് ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പൊ അതിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ഒരു നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിന്. ഓക്കെ, റെഡി. അപ്പൊ നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ സൈലം ക്യാമ്പസ് എറണാകുളത്ത് നമുക്ക്
14th സാറ്റർഡേ ജൂൺ 2025 നമുക്ക് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ SSCന്റെ വർക്ക്ഷോപ്പാണ്. ഇതേ ദിവസം തന്നെ 14th കണ്ണൂർ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഈ 2 വർക്ക്ഷോപ്പിലും കണ്ണൂരുള്ള ആൾക്കാരാണെങ്കിൽ കണ്ണൂരിലെ വർക്ക്ഷോപ്പിലേക്ക് വരിക. കണ്ണൂർ സൈലം ക്യാമ്പസിലായിരിക്കും വർക്ക്ഷോപ്പ് നടക്കുന്നത്. അതേപോലെ ഇനിയിപ്പോ നിങ്ങൾ എറണാകുളത്തുള്ള ആൾക്കാരാണെങ്കിൽ എറണാകുളത്ത് വർക്ക്ഷോപ്പിന് വരിക. പാലക്കാട് വർക്ക്ഷോപ്പ് നടക്കാൻ പോകുന്നത് 8-ാം തീയതിയാണ്. ജൂൺ 8-ാം തീയതിയാണ് പാലക്കാട് വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ എല്ലാ വർക്ക്ഷോപ്പിലേക്കും അതായത് ഡിസ്ട്രിക്റ്റിലുള്ള അല്ലെങ്കിൽ അടുത്ത നിയർബൈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവരെയും അവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് ഇനി നേരിൽ കാണാം. ബൈ, സീ യു.